15 വർഷം മുമ്പ് കാണാതായ പെൺകുട്ടിയെ ഇപ്പം കണ്ടെത്തി എന്നാണ് വാർത്തകൾ വരുന്നത്. കാഞ്ഞങ്ങാടാണ് സംഭവം. കാഞ്ഞങ്ങാട്ട് 2010 കാണാതെ പോയ പെൺകുട്ടി. ആ പെൺകുട്ടിയുടേത് സംശയിക്കുന്ന ഒരു മൃതദേഹം ഇപ്പം കാഞ്ഞങ്ങാട് അവിടുത്തെ ശ്മശാനത്തിൽ ഉണ്ട്. പോലീസ് അത് ഒരു പോസ്റ്റ്മോർട്ടം വീണ്ടും നടത്തി അതിൻ്റെ DNA എടുക്കും എന്നാണ് അറിയുന്നത്. സംഭവം കാഞ്ഞങ്ങാട് ഒരു പെൺകുട്ടി SC/ST വിഭാഗത്തിലെ പെൺകുട്ടി അത് അവിടുത്തെ ഒരു പൊതുപരിപാടിയിൽ മറ്റൊരാളുമായി ചേർന്ന് നിന്ന് പാട്ട് പാടി. ബിജു പൗലോസ് എന്നൊരാൾ, അയാൾക്ക് 36-37 വയസ്സുണ്ടെന്ന്. രണ്ടുപേരും കൂടെ ഒരു പൊതുപരിപാടിയിൽ പാട്ട് പാടി. ആ പരിചയം വെച്ച് ബിജു പൗലോസ് മുതലെടുത്തു എന്നാണ് വരുന്നത്. ബിജു പൗലോസിനെ അമ്പലത്തറ പോലീസ് പല പ്രാവശ്യം ചോദ്യം ചെയ്തു വിട്ടുകയും ചെയ്തു. കാഞ്ഞങ്ങാട് അമ്പലത്തറ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പെൺകുട്ടിയെ കാണാനില്ല, അതുകൊണ്ട് വീട്ടുകാർ പരാതി കൊടുത്തു. എവിടെ പോയി എന്ന് അറിയില്ല. പക്ഷെ അന്ന് മുതൽ ഈ ബിജു പൗലോസും വന്ന ഒരു വ്യക്തിയുമായിട്ട് പെൺകുട്ടിക്ക് അടുപ്പമുണ്ട് എന്നുള്ള വിവരം പറഞ്ഞെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്ത് അമ്പലത്തറ പോലീസ് പല സന്ദർഭത്തിൽ ഇയാളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. ഇയാൾക്ക് ആ പെൺകുട്ടിയെ പറ്റി യാതൊരു വിവരവും അറിഞ്ഞില്ല. ആ പെൺകുട്ടിയുടെ തിരോധാനത്തിന് പല കഥകളും നാട്ടിൽ വന്നു. 2010 മുതൽ കേസന്വേഷണം നടക്കുകയാണ്. അടുത്ത കാലത്ത് ഹൈക്കോടതിയിൽ അവർ പരാതി കൊടുത്തു. 2010 ജൂൺ 6 കൊച്ചിനെ കാണാതെ പോയത്. അത് കാഞ്ഞങ്ങാട് പഠിക്കുകയായിരുന്നു. 10-17 വയസ്സുള്ള. ആ പഠിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ കുട്ടികളൊക്കെ പല സ്ഥലത്തും സ്റ്റേജിൽ കയറി പാട്ട് പാടും. അങ്ങനെ ഡുവറ്റായിട്ട് പാടി ബിജു പൗലോസുമായിട്ട്. അന്ന് മുതൽ ബിജു പൗലോസും പരിചയം. ഈ പെൺകുട്ടിയുടെ മൃതദേഹം എവിടെയുണ്ടെന്ന് തപ്പി നടക്കുകയായിരുന്നു. അത് മിസ്സിംഗ് ആയി. അതിൻ്റെതായ പല സംശയിക്കുന്ന പല മൃതദേഹങ്ങൾ പോലീസ് പോയി നോക്കി. പക്ഷെ ഒരു വിവരവും കിട്ടിയില്ല. ആ കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം അമ്പലത്തറ പോലീസിന് ലഭിച്ച വിവരം, കാഞ്ഞങ്ങാട് ഈ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് എറണാകുളത്ത് ഒരു ജോലി ശരിയായി അതിനെ വീട്ടിൽ നിന്ന് ആ പെൺകുട്ടി 6-ാം തീയതി അതിൻ്റെ റെക്കോർഡുകളും അതിൻ്റെ സർട്ടിഫിക്കറ്റും ഒക്കെ ആയിട്ട് എറണാകുളത്ത് പോയെന്നാണ് വീട്ടുകാർ പറയുന്നത്. പക്ഷെ എറണാകുളത്ത് എവിടെ പോയെന്ന് വീട്ടുകാർക്ക് അറിയത്തില്ല. എറണാകുളത്ത് എവിടെ ചെന്നെന്ന് അറിയത്തില്ല. ആരുടെ കൂടെയാണ് പോയതെന്നും അറിയത്തില്ല. അങ്ങനെ അവ്യക്തമായി ആ കേസ് അങ്ങനെ കിടക്കുക. ഏകദേശം 3-4 വർഷം മുമ്പ് പെൺകുട്ടിയുടെ വീട്ടുകാർ കേരള ഹൈക്കോടതി കേസ് കൊടുത്ത് കേസ് ക്രൈംബ്രാഞ്ചിന് അയക്കണം. അങ്ങനെ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടു. IG പ്രകാശിന്റെ നേതൃത്വത്തിലെ കേസിന്റെ അന്വേഷണം തുടങ്ങി. SP ആയ പ്രജീഷ് തോട്ടത്തിലും കൂടെയുണ്ട്. അവര് ഒരാളെ സംശയിച്ചു, ബിജു പൗലോസ്. അയാളുമായിട്ടാണ് പാട്ട് പാടിയത് കുട്ടി. അയാളെ സംബന്ധിച്ചപ്പം ഒരു സംശയം വന്നപ്പം അയാളെ പറ്റി അന്വേഷിച്ച് അയാൾ നാട്ടിലില്ല. കുടകിൽ എവിടെയോ ഉണ്ട് എന്ന് മനസ്സിലായി. അവിടെ ഏതോ ഒരു തൊഴിൽ മേഖലയിൽ ഇയാൾ പ്രവർത്തിക്കുന്നു. കുടകിൽ ഒരു കൺസ്ട്രക്ഷൻ മേഖലയിൽ. ഏതായാലും പോലീസ് അയാളെ വിളിച്ചു കൊണ്ടുവന്ന് ഇപ്പം ക്രൈംബ്രാഞ്ചിൽ ചോദ്യം ചെയ്തു. അന്നേരമാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തേക്ക് വന്നത്. അയാൾ പറഞ്ഞ് ഈ പെൺകുട്ടിയായിട്ട് അടുപ്പമുണ്ട്. തീർച്ചയായിട്ടും അതിനെ അയാൾ റേപ്പ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അയാൾ ആ കുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ടാവും. അയാളുടെ മൊഴി പെൺകുട്ടി ഇയാൾക്കൊരു മുറി ഉണ്ടായിരുന്നു കാഞ്ഞങ്ങാട്. ജോലി കഴിഞ്ഞ് അവിടെ വന്നാണ് കിടക്കുന്നത്. ഇയാൾ വൈകിട്ടൊരു ദിവസം ആ മുറിയിൽ വന്നപ്പോൾ ആ പെൺകുട്ടി മുറിയിലുണ്ട്, തൂങ്ങി നിൽക്കുന്ന കണ്ടു. അത് എത്രത്തോളം ശരിയെന്നറിയില്ല. ഏതായാലും തൂങ്ങി നിൽക്കുന്നത് കണ്ടു. പേടിച്ചിട്ട് ഇയാള് ആ കുട്ടിയുടെ മൃതദേഹം പവിത്രം കയത്തിലെ പാണത്തൂരുള്ള ആ നദിയുടെ പവിത്രം കയം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ കൊണ്ട് ഒഴുക്കി എന്നാണ് പറയുന്നത്. പാണത്തൂർ ആ പുഴ നേരെ കടലിലേക്ക് പോകും. കടലിലേക്ക് പോയിട്ട് കാസർഗോഡ് അഴിമുഖത്താണ് അത് വന്നഴിയുന്നത്. ഞാൻ ഇതുപോലെ ഒരു കേസ് അന്വേഷിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ടാക്സിക്കാരനെ കൊന്ന് ഇവിടുന്ന് ബാംഗ്ലൂർ കൊണ്ടുപോയി. വണ്ടി ബാംഗ്ലൂരിൽ നിന്ന് കിട്ടി, ഡെഡ് ബോഡി കിട്ടിയില്ല. ആ ടാക്സിക്കാരൻ്റെ മൃതദേഹം ആ പ്രതിയെ പിടിച്ചപ്പം
അത് അവിടെയുള്ള ഒരു പുഴയിൽ ഒതുക്കി. കാരണം കാഞ്ഞങ്ങാട്ട് പോകുന്ന വഴിക്ക് നമുക്കറിയാം വലിയ പാലങ്ങളൊക്കെ ഉണ്ട്. അല്ലെ കാഞ്ഞങ്ങാട് നിന്ന് കാസർഗോഡ് പോകുന്ന വഴിക്ക് കാഞ്ഞങ്ങാട് അടുത്താകുമ്പോൾ വലിയ പാലങ്ങളാണ്. ആ പാലത്തിൽ നിന്ന് എടുത്ത് ഡെഡ് ബോഡി താഴെ ഇട്ടെന്നാണ്. ഞാൻ അവിടെ പോയി കുറേ നാൾ താമസിച്ചു. അവിടുത്തെ പല വള്ളക്കാരും ആ നദിയിൽ കൂടെ പോകുന്ന വള്ളം കിടത്തുന്നവരെ പലരും ഇന്നും ആ വഴി വള്ളങ്ങൾ ധാരാളം പോകും. കെട്ടുവള്ളങ്ങളുണ്ട്, സാധനങ്ങളൊക്കെ അത് കയറ്റിക്കൊണ്ട് പോകും. പക്ഷെ ആ പല വള്ളക്കാരോട് ചോദിച്ചപ്പോൾ, സാറേ ആ ഒഴുക്ക് അത് കടലിൽ വന്ന് വെള്ളം, ഈ നദിയിലെ വെള്ളം കടലിൽ ചാടിക്കഴിഞ്ഞാൽ അണ്ടർ വാട്ടർ കൊണ്ട്. ഞാൻ ചോദിച്ചു എങ്ങോട്ട് പോകും? കടലിൽ ഒരു സാധനം വന്നാൽ അതെങ്ങും നോക്കണ്ട സാറ്, നേരെ കാസർഗോഡ് പോകും. അവിടെ അഴിമുഖം എന്ന സ്ഥലം, അവിടെയാണ് ഈ അണ്ടർ വാട്ടർ കറണ്ട് ചെന്ന് നിൽക്കുന്നത്. അവിടെ പോകും. ഞാൻ ഈ സംഭവം 3-4 വർഷം കഴിഞ്ഞിട്ടാണ് ഈ കേസ് എൻ്റെ കയ്യിൽ വരുന്നത്. കാരണം ടാക്സിക്കാരെ കൊല്ലുന്ന പല കേസുകളും കേരളത്തിൽ പിടിച്ചുകൊണ്ട് അവസാനം ഞാൻ ക്രൈംബ്രാഞ്ചിൽ ഇരിക്കുമ്പോൾ ആ കേസ് എനിക്ക് ട്രാൻസ്ഫർ ചെയ്ത് വന്നു. ഞാൻ അവിടെ പോയി ഇവരെല്ലാം കണ്ട് അഴിമുഖത്തുണ്ടാവും എന്ന് പറഞ്ഞു. അഴിമുഖത്ത് ഞാൻ പോയി തപ്പി. 4-5 വർഷം മുമ്പ് മിക്കവാറും അഴിമുഖത്ത് ഓരോ ഡെഡ് ബോഡി വന്നഴിയും. ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. ചീഞ്ഞഴുകിയ ഡെഡ് ബോഡി പലതും അഴിമുഖത്ത് വന്നു. കാസർഗോഡിന്റെ ആ കടൽക്കരയിൽ വന്നഴിയും. ആ കടൽക്കര അറിയുന്നില്ല. അപ്പം തന്നെ അൺഐഡന്റിഫൈഡ് ആണ്. പോസ്റ്റ്മോർട്ടമൊക്കെ അവിടെ വെച്ച് തന്നെ നടത്തും. ചീഞ്ഞഴിയ മൃതദേഹമാണ്. അപ്പൊ അത് അവിടെ തന്നെയൊക്കെ കുഴിച്ചിടും, അല്ലാതെ വേറെ മാർഗമില്ല. അത് പിന്നീട് കടല് അങ്ങോട്ടും ഇങ്ങോട്ടും രൂപമാറ്റം ഉണ്ടാവും. കടലിൽ കൂടെ മണ്ണ് കയറി പലയിടത്തോട്ടും വരും. ചിലടത്ത് കരയാവും, ചിലപ്പോൾ അതിനടിയുണ്ടാവും. ചിലപ്പോൾ ആ വഴിയിലെ കടല് തിരമാലകളടിച്ച് മണ്ണ് മുഴുവൻ ഒഴുക്കിക്കൊണ്ട് പോകുമ്പം ഈ കുഴിച്ചിട്ട സാധനങ്ങൾ വേറെ പല സ്ഥലത്തേക്ക് പോകും. ആ കറണ്ട് അനുസരിച്ച് വേറെ ചിലപ്പം കാസർഗോഡ് കഴിഞ്ഞിട്ട് അപ്പുറത്തോട്ട് കർണാടകയുടെയോ അതുപോലെ ബോംബെയുടെ തീരത്തോട്ടൊക്കെ പോവാം. പക്ഷെ ഇവിടെ ഇപ്പം അഴിമുഖത്ത് ഒരു ഡെഡ് ബോഡി വന്നടിഞ്ഞു. ആ ഡെഡ് ബോഡി ചീഞ്ഞഴുകിയതാണ്. സ്കെൽറ്റൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. എന്തായാലും അവിടുത്തെ കാസർഗോഡ്, അവിടുത്തെ കാഞ്ഞങ്ങാട് പഞ്ചായത്ത് അത് അവിടുത്തെ പൊതു ശ്മശാനത്തിൽ കുഴിച്ചു. സ്കെൽറ്റനെ ഉള്ളു കുഴിച്ചു. അതായിരുന്നു നല്ല കാര്യം. കാരണം DNA എടുക്കാൻ പറ്റും. ഇപ്പം അത് തന്നെയാണ് കൊച്ചിൻ്റെ ഈ മൃതദേഹം എന്നാണ് ഇപ്പം ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. കാരണം ഒരു ബ്രേസ്ലെറ്റ് കയ്യിലുണ്ടായിരുന്നു. എത്ര ചീഞ്ഞഴുകി പോയാലും ചിലപ്പോൾ ഒരു ബ്രേസ്ലെറ്റ് കയ്യിലുണ്ടെങ്കിൽ അതോടെ കിടക്കും. സ്കെൽറ്റനായാലും ചിലപ്പോൾ ആ ബ്രേസ്ലെറ്റ് കിടക്കാം. അതിപ്പം ആ ഡെഡ് ബോഡി ഇപ്പം പൊതുശ്മശാനത്തിൽ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട്. അവിടെ നോക്കിക്കഴിഞ്ഞപ്പം ഈ ബ്രേസ്ലെറ്റ് കണ്ടു എന്ന് പറഞ്ഞു. ഐഡന്റിഫൈ ചെയ്തു പോലീസ്. ആ സ്കെൽറ്റൻ ആ കുട്ടിയുടെ ആണ്. ഇനിയിപ്പം അവരുടെ വീട്ടുകാരുടെ DNA ഒരു സാമ്പിള്, അവരുടെ ബ്ലഡ് എടുത്തിട്ട് DNA പരിശോധന നടത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് ആള് പെൺകുട്ടി തന്നെയാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുള്ളൂ. ഇപ്പം അവര് കുടകിൽ നിന്ന് കൊണ്ടുവന്ന പ്രതി ബിജു പൗലോസ്, പാണത്തൂർ ചെമ്പലാലിൽ വീട്ടിൽ ബിജു പൗലോസ് ഇപ്പൊ 52 വയസ്സുണ്ട്. അയാൾ കുറ്റം സമ്മതിച്ചു. അതെങ്ങനെ സംഭവിച്ചു നമുക്കറിയത്തില്ല. അയാള് കുറ്റം സമ്മതിച്ചു. അവിടെ വന്ന് തൂങ്ങി നിന്നപ്പോൾ ഇയാൾ അതെടുത്ത് കൊണ്ടുപോയി അവിടുത്തെ പുഴയിൽ ഒഴുക്കിക്കളഞ്ഞെന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. പക്ഷെ എങ്ങനെയാണ് കൊന്നതെന്ന് പറയുന്നില്ല. ആ കുട്ടി തൂങ്ങി നിന്നു എന്ന് പറഞ്ഞു. എന്തായാലും അത് വരട്ടെ, പോസ്റ്റ്മോർട്ടം രണ്ടാമത് നടത്തും. അതിനുശേഷം DNA പരിശോധിക്കുമ്പോൾ കുറേയൊക്കെ എവിഡൻസുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ സ്കെൽറ്റൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ ഇല്ലാത്ത അത് സ്ട്രാങ്കുലേഷൻ ആണോ, തൂങ്ങി മരിച്ചതാണോ, ശ്വാസം മുട്ടിച്ചു വന്നതാണോ എന്നൊക്കെ കണ്ടെത്താൻ ചിലപ്പം ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും പ്രതീക്ഷ ഉണർത്തുന്നതാണ്. കുട്ടിയുടെ ഡെഡ് ബോഡി തന്നെയാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് കേസിലൊരു വഴിത്തിരിവ് തന്നെയാണ്. ഇത്രയും നാളും 15 വർഷത്തെ സമയം എടുത്തിരിക്കുന്നു ആ ഒരു കേസ് ഒരു പരിസമാപ്തിയിൽ എത്താൻ. ഏതായാലും ബിജു പൗലോസ് കുറ്റം സമ്മതിച്ചു. അത് ആ കുട്ടിയുടെ ഡെഡ് ബോഡി താൻ എടുത്തുകൊണ്ട് ഒഴുക്കിയതാണ്. തന്റെ മുറിയിൽ തൂങ്ങി നിന്നു. ആ കുട്ടിയായിട്ടൊരു നിയമവിരുദ്ധമായ ബന്ധം ഇയാൾ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ കുട്ടിയെ ആ മുറിയിൽ വിളിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും. എറണാകുളത്ത് പോവുകയാണെന്ന് പറഞ്ഞ കുട്ടി അതിന്റെ റെക്കോർഡ്സ് ഒക്കെ ആയിട്ട് വന്നപ്പോൾ നേരെ ഇയാളുടെ മുറിയിലായിരിക്കും. ഇയാൾ ആ മുറിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടാവും. കുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ടാവും. പീഡിപ്പിച്ച ചിലപ്പോൾ അതിനുശേഷം കുട്ടി ബഹളം വെച്ച് ഇപ്പൊ ഇയാൾ ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. കുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് 15 വർഷം കഴിഞ്ഞിട്ട് ഇതാ നമുക്ക് ഒരു ചെറിയ വിവരങ്ങൾ കിട്ടിയിരിക്കുന്നു കുട്ടിയെ പറ്റി അറിഞ്ഞു. ഏതായാലും ഇയാൾക്കെതിരായിട്ട് SC ST കേസുണ്ടാവും. അതുപോലെ തന്നെ
അത് മാത്രമല്ല, കുട്ടിയെ പീഡിപ്പിച്ചതിന് കേസുണ്ടാവും, തട്ടിക്കൊണ്ട് പോയതിന് കേസുണ്ടാവും. അയാള് എറണാകുളത്ത് ജോലി വാങ്ങിച്ചു കൊടുക്കാതെ വീട്ടിൽ പറഞ്ഞാല്, എന്നിട്ട് കുട്ടിയെ ഇയാളുടെ മുറി കൊണ്ടുവന്ന് പീഡിപ്പിച്ച് കൊല്ലുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് ക്രൈംബ്രാഞ്ചിന്റെ നല്ലൊരു ഡിറ്റക്ഷനാണ്. അതിന് നേതൃത്വം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം അഭിനന്ദിക്കുന്നു. കാരണം 15 വർഷം കഴിഞ്ഞിട്ടാണ് ആ ഡിറ്റക്ഷൻ. അതുകൊണ്ട് കേരള പോലീസ് ഒരിക്കലും ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ വർഷങ്ങളെടുത്താലും ശരി, അതിനൊരു റിസൾട്ട് ഉണ്ടാക്കും എന്നാണ് പൊതുവായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇത് 2010 കാണാതെ പോയ കുട്ടിയെ പറ്റി ഒരു വിവരം അടുത്ത കാലത്താണ് വരുന്നത് വിചാരിച്ചത്. 15 വർഷത്തോളം കഴിഞ്ഞ് എന്നാലും അതിനൊരു റിസൾട്ട് വന്നിരിക്കുന്നു. അതുകൊണ്ട് അത് നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ തന്നെയാണ്. അതിനകത്ത് കാരണക്കാരായ അത് അന്വേഷണം നടത്തിയ എല്ലാവരും അഭിനന്ദിക്കുകയും ചെയ്യുന്നു.